തൻ്റെ ചോദ്യത്തിന് എന്തുത്തരമാണ് പറയേണ്ടത് എന്ന് മാധവൻകുട്ടിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. കുമാരനെയും മകളെയും താനാണ് ഇവിടെ നിന്ന് ഓടിച്ചതെന്ന് ഇനി നാട്ടുകാർ പറയും. അതോർത്തപ്പോൾ മാധവൻകുട്ടിക്ക് ഭയം തോന്നി. പൊടിയനോടൊന്നും പറയാൻ നിൽക്കാതെ മാധവൻകുട്ടി മുന്നോട്ട് നടന്നു. കുമാരനും മകളും എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ ഈ ഗ്രാമത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരണമെന്ന് മാധവൻകുട്ടി നിശ്ചയിച്ചു. മുതലാളി എവിടെ പോയതാ? മാധവൻകുട്ടി ഒരു ചോദ്യം കേട്ട് ചിന്തയിൽ നിന്നുണർന്നു. മുന്നിൽ കണ്ണൻ. അവൻ്റെ മുതലാളി എന്ന വിളിയിൽ തന്നെയുണ്ടൊരു പുച്ഛഭാവം. നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്കുമില്ല. പക്ഷേ കുമാരേട്ടന് വേണ്ടി ആരെങ്കിലും നിങ്ങളോട് രണ്ടു വാക്ക് പറയണമല്ലോ. അവർ വീടും സ്ഥലവും വിറ്റ് ഈ നാട് തന്നെ വിട്ടുപോയി. അവരെങ്ങനെയാ ഈ നാട്ടിൽ ജീവിക്കുക? അത്രയ്ക്ക് നീചമായ കാര്യങ്ങളല്ലേ നിങ്ങളും നിങ്ങളുടെ സിൽബന്ധികളും കൂടെ നാട്ടിൽ പറഞ്ഞു പരത്തിയത്? അവർ പോയെങ്കിൽ കാരണക്കാരൻ നീയാ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആ പെണ്ണ് നീ കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ടാ. നീ വലിയ പുണ്യാളനൊന്നുമല്ല. നന്ദിനി കാണിച്ച ഒരു ബുദ്ധിമോശം, അത് ശരിയാ. കുമാരേട്ടന് പോലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി. പക്ഷെ നിങ്ങളെന്താ ചെയ്തത്? നന്ദിനിക്ക് ഗർഭമാണെന്ന് പറഞ്ഞു പരത്തി. നിങ്ങൾക്കും ഒരു മകളല്ലേ? ഒരു മകളുള്ള ഏതെങ്കിലും ഒരു പിതാവ് ചെയ്യുന്ന കാര്യമാണോ ഇത്? നീ എന്നെ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ കാശുകൊണ്ട് പഠിച്ചിട്ട് എൻ്റെ മകളെ വലവീശി പിടിച്ച നീ തന്നെ എന്നോട് സൽക്കർമ്മത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം. മാധവൻകുട്ടി പല്ല് കടിച്ചു. ഞാനല്ല, നിങ്ങളുടെ മകളെ എന്നെ വലവീശി പിടിച്ചത്. വലവീശി പിടിക്കാൻ നീ സ്വർണ്ണ മത്സ്യമല്ലേ? മാധവൻകുട്ടി പുച്ഛിച്ചു. അങ്ങനെ നിങ്ങളുടെ മകൾക്ക് തോന്നിക്കാണും. എന്നാൽ ഇനി അവൾക്ക് ആ തോന്നലില്ല. അവൾക്ക് നല്ല ബുദ്ധി ദൈവം കൊടുത്തു. നിന്റെ പട്ടിണിക്കുടിലേക്ക് വന്നു കയറാൻ അവൾക്കിപ്പോൾ താല്പര്യമില്ല. താല്പര്യമില്ല എന്നൊരു വാക്ക് അവൾ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ അവളുമായുള്ള ബന്ധം അവസാനിപ്പിക്കും. നിങ്ങളെപ്പോലൊരു നികൃഷ്ടന്റെ മരുമകൻ എന്നറിയപ്പെടുന്ന നാണക്കേട് ചുമക്കാൻ എനിക്കും താല്പര്യമില്ല. പുച്ഛത്തോടെ അതും പറഞ്ഞിട്ട് മാധവൻകുട്ടിയെ മറികടന്ന് കണ്ണൻ നടന്നുപോയി. മാധവൻകുട്ടി ആ പയ്യന്റെ മുന്നിൽ താൻ തീരെ ചെറുതായിപ്പോയി എന്ന തോന്നലിൽ നടക്കാൻ പോലും മറന്ന് അവിടെ നിന്നുപോയി. പള്ളിയം വീട് ഒരുപാട് ദശാബ്ദങ്ങൾ പഴക്കമുള്ള തറവാടായിരുന്നു. കാവും കുളവും കുടുംബക്ഷേത്രവുമുള്ള ഏക്കർ കണക്കിന് പറമ്പും പറക്കണക്കിന് നിലവും സ്വന്തമായുള്ള വലിയ തറവാടാണത്. കാത്തു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. ശങ്കരൻ മുത്തശ്ശനെയും ലക്ഷ്മി മുത്തശ്ശിയെയും അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവർക്ക് കാത്തുവിനോടും അതീവ വാത്സല്യമാണ്. അതുകൊണ്ടാണ് മുത്തശ്ശൻ അവളുടെ പേരിൽ വലിയൊരു തുക ബാങ്കിൽ FD ആയിട്ടിരിക്കുന്നത്. കാത്തുവിന്റെ മാമന്മാരാണ് ജയന്തനും ശ്രീകണ്ഠനും. അവർ രണ്ടുപേരും വിവാഹിതരാണ്. ചിത്രലേഖ എന്നാണ് ജയന്തന്റെ ഭാര്യയുടെ പേര്. രേവതിയാണ് ശ്രീകണ്ഠന്റെ ഭാര്യ. ജയന്തന് 2 മക്കൾ, ശ്രീകുട്ടിയും ചന്തുവും. ശ്രീകണ്ഠന്റെ മക്കൾ ലാവണിയും മിഥിലയും. കുട്ടികളെല്ലാം സ്കൂൾ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. പള്ളിയും വീടന്മാരും മാധവൻകുട്ടിയുമായി അത്ര രസത്തിലല്ല. രാഷ്ട്രീയമാണ് പ്രശ്നം. മാധവൻകുട്ടിയുടെ രാഷ്ട്രീയം അന്നത്തെ ഫ്യൂഡൽ കുടുംബങ്ങളിലുള്ളവർക്ക് ദഹിക്കുന്ന ഒന്നായിരുന്നില്ല. മാധവൻകുട്ടി പിന്തുടർന്ന രാഷ്ട്രീയത്തോട് സത്യത്തിൽ അവർക്ക് ഭയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പള്ളിയൻ വീടന്മാർ എത്ര നിർബന്ധിച്ചിട്ടും മാധവൻകുട്ടി തന്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് പള്ളിയൻ വീട്ടുകാർ ചെമ്പകമംഗലത്തിലേക്ക് പോകാറില്ല. മാധവൻകുട്ടി ഇങ്ങോട്ടും വരാറില്ല. എന്നാൽ അംബികയും കാത്തുവും പള്ളിയം വീട്ടിലേക്ക് വരുന്നത് മാധവൻകുട്ടി എതിർത്തിരുന്നതുമില്ല. കാത്തുവിനോട് മാമന്മാർക്കും മുത്തശ്ശനുമുള്ള വാത്സല്യത്തെക്കുറിച്ച് മാധവൻകുട്ടിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഉടൻ തന്നെ അവളെ പള്ളിയം വീട്ടിലേക്ക് മാധവൻകുട്ടി മാറ്റിയത്. ചെമ്പകമംഗലത്തെ വീടും അച്ഛനെയും അമ്മയെയും ഒക്കെ വിട്ടുവന്നതിൽ കാത്തുവിന് ആദ്യം വലിയ വിഷമമായിരുന്നു. ഓർമ്മ വച്ചതിൽ പിന്നെ അമ്മയെ പിരിഞ്ഞ് ഒരു ദിവസം പോലും കഴിഞ്ഞതായി അവൾ ഓർക്കുന്നില്ല. വിശേഷ ദിവസങ്ങളിലോ സ്കൂൾ വെക്കേഷനിലോ പള്ളിയം വീട്ടിൽ വന്ന് 2-3 ദിവസം നിൽക്കുമെങ്കിലും അപ്പോഴെല്ലാം കൂടെ അമ്മ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് അവൾ വല്ലാതെ സങ്കടപ്പെട്ടു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പള്ളിയം വീട്ടിലെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായതോടെ അവളുടെ സങ്കടമെല്ലാം പതിയെ മാറിത്തുടങ്ങി. ആ വീട്ടിൽ എല്ലായ്പ്പോഴും ആൾക്കൂട്ടമാണ്. താമസക്കാർ തന്നെ 15ഓളം പേരുണ്ട്. പകൽ സമയത്താണെങ്കിൽ പണിക്കാരും വിരുന്നുകാരും ഭക്ഷണം കഴിക്കാൻ വരുന്നവരുമായി 100 കണക്കിന് ആൾക്കാർ കാണും. ആ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു നാടുവാഴിയെപ്പോലെ ശങ്കരൻ മുത്തശ്ശൻ തലയുയർത്തി നിൽക്കുന്നത് കാണാം. മാമന്മാർക്കും അമ്മായിമാർക്കും കാത്തുവിനോട് പ്രത്യേക സ്നേഹമായിരുന്നു. അമ്മായിമാർക്കെല്ലാം കാത്തുവിനെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നതിന്റെ കാരണമറിയാം. സാധാരണ ചില അമ്മായിമാർ ഇത്തരം അവസരങ്ങളിൽ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ചിത്രലേഖയും രേവതിയും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല. അവിടെയുള്ള മറ്റു കുടുംബാംഗങ്ങളും അങ്ങനെ തന്നെ. ചോദ്യം ചെയ്യലുകളും ഉപദേശങ്ങളും പ്രതീക്ഷിച്ചു വന്ന കാത്തുവിനെ അത് വലിയ ആശ്വാസമാണ് സമ്മാനിച്ചത്. പള്ളിയം വീടിന് നല്ല കാവലുണ്ട്. ബലിഷ്ഠകായന്മാരായ 2-3 പേർ വിശാലമായ മുറ്റത്തിന്റെ അറ്റത്തു നിന്നും ആരംഭിക്കുന്ന പാത അവസാനിക്കുന്ന പ്രവേശന കവാടത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ അവർ താമസിക്കുന്നുണ്ട്.
തറവാടിന് കുറച്ച് മാറിയുള്ള കെട്ടിടത്തിൽ കുറച്ച് ജോലിക്കാരും താമസിക്കുന്നുണ്ട്. അതിവിശാലമായ പറമ്പിനെ പുറത്തെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് ചുറ്റും ഉയർന്ന മതിലുമുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ജയന്തനും ശ്രീകണ്ഠനും താമസിക്കുന്ന ഇടത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ഏതൊരു കടന്നുകയറ്റക്കാരനും മടിക്കും. തന്നെ ഇവിടേക്ക് വന്ന് കണ്ണൻ ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന കാര്യം കാത്തുവിനറിയാമായിരുന്നു. തൽക്കാലം പരസ്പരം കാണാതെ ഇരിക്കുന്നതാണ് നല്ലത്. പഠനത്തിൽ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. തീർച്ചയായും കോളേജിലും തന്നെ നിരീക്ഷിക്കാൻ മാമന്മാർ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. താൻ കണ്ണനെ മറന്നതായി അഭിനയിച്ചാൽ ഭാവിയിൽ പതിയെ പതിയെ ഈ നിയന്ത്രണങ്ങളൊക്കെ തനിയെ അഴിയാൻ സാധ്യതയുണ്ട് എന്ന് കാത്തു ഊഹിച്ചു. കണ്ണനും കാത്തു ചിന്തിച്ചതുപോലെയാണ് ചിന്തിച്ചത്. അവൻ തെച്ചിക്കരയിലേക്ക് പോകുവാനോ കാത്തുവിനെ കാണുവാനോ ആഗ്രഹിച്ചില്ല. താനിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം കാണിക്കുന്നത് കാത്തുവിന് വേഗം വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചു നിൽക്കുന്ന ശ്യാമിന് മാത്രമേ ഗുണം ചെയ്യൂ എന്ന കാര്യം അവൻ അറിയാമായിരുന്നു. വീട്ടിൽ നിന്ന് നേരെ കോളേജിലേക്ക്, കോളേജിൽ നിന്ന് നേരെ വീട്ടിലേക്ക്, ഇതായി കണ്ണന്റെ പതിവ് ജീവിതചര്യ. ജംഗ്ഷനിലേക്കോ ക്ലബിലേക്കോ പോകാതെ അവൻ മുഴുവൻ സമയവും വീട്ടിൽ തന്നെ ചിലവഴിച്ച് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാത്തു പുതിയ കോളേജിൽ ചേർന്നു. അവിടെ കുറച്ച് കൂട്ടുകാരെ അവൾക്ക് കിട്ടി. നന്നായി പഠിക്കുന്നത് കൊണ്ട് അധ്യാപകർക്കൊക്കെ അവളെ വലിയ കാര്യമായി. എല്ലാം മറന്ന് പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് ആ വർഷത്തെ എക്സാം മികച്ച രീതിയിൽ എഴുതാൻ അവൾക്ക് സാധിച്ചു. കാത്തുവിന്റെ ആദ്യ വർഷ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ജയന്തനാണ് അംബികയെ വിളിച്ചറിയിച്ചത്. അക്കാലത്ത് ലാൻഡ് ഫോണുള്ള അപൂർവം വീടുകളിൽ പള്ളിയം വീടും ചെമ്പകമംഗലവും പെടും. റിസൾട്ട് അറിഞ്ഞ അംബിക സന്തോഷത്തോടെ മാധവൻകുട്ടിയുടെ അടുത്തെത്തി. കാത്തുവിന്റെ റിസൾട്ട് വന്നു മാധവേട്ടാ. എന്താ തോറ്റോ? തോൽക്കാനോ? അവൾ എൻ്റെ മോള. എല്ലാ വിഷയത്തിനും നല്ല മാർക്കുണ്ട്. നല്ല മാർക്കുള്ളത് കൊണ്ട് നിന്റെ മോള്. മാർക്ക് കുറവായിരുന്നെങ്കിൽ അവൾ എൻ്റെ മോളായനെ അല്ലേ? മാധവൻകുട്ടി അംബികയെ തുറച്ചു നോക്കി. ആ, അത് ശരിയാ. മാധവേട്ടൻ 8ാം ക്ലാസ്സിൽ തോറ്റ് പഠിത്തം നിർത്തിയ ആളല്ലേ? ഞാൻ 10ാം ക്ലാസ് ജയിച്ചു. പിന്നെ എന്നെ വീട്ടുകാർ പഠിക്കാൻ അയച്ചില്ല. അയച്ചിരുന്നെങ്കിൽ ഞാനിന്ന് ജില്ലാ കളക്ടറാ. 8ാം ക്ലാസ് തോറ്റതേ ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, സായിപ്പ് നടപ്പിലാക്കിയ വിദ്യാഭ്യാസ രീതിയോട് താല്പര്യമില്ലാത്തതുകൊണ്ടാ. ഞാൻ അറിവ് നേടിയത് അധ്യാപകരിൽ നിന്നല്ല, പുസ്തകങ്ങളിൽ നിന്നാ. മാധവൻകുട്ടി വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ 4/1 പോലും നീ വായിച്ചിട്ടുണ്ടോടി 10ാം ക്ലാസ്സുകാരി? പുസ്തകം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടെന്താ? വിവരമില്ലല്ലോ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. അതിബുദ്ധിമാന്മാരുമായും പരമമണ്ടന്മാരുമായും തർക്കിക്കാൻ പോയാൽ ജയിക്കാൻ പറ്റില്ലെന്നാ പറയാറ്. ഞാൻ അതിബുദ്ധിമാനാണെന്ന് സമ്മതിച്ചല്ലോ. അംബിക അഭിമാനത്തോടെ ഭർത്താവിനെ നോക്കി. ദേഷ്യം വന്ന മാധവൻകുട്ടി അംബികയുടെ കയ്യിൽ ഒരു നുള്ളു കൊടുത്തു. അയാൾ മുരണ്ടു. ഈ വിഷയത്തെക്കുറിച്ച് ഇനി മിണ്ടി പോകരുത്. ബുദ്ധിയില്ലാത്തവര് കയ്യോക്ക് കാണിച്ച് ജയിക്കാൻ നോക്കും. ഇതാണ് ഈ ലോകം നന്നാവാത്തത്. അംബിക നിർത്താനുള്ള ഭാവമില്ല. നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. മാധവൻകുട്ടി ചാടി എണീറ്റു. പായസം വയ്ക്കട്ടെ? അംബിക വിഷയം മാറ്റി. എനിക്ക് വേണ്ട. മാധവൻകുട്ടി അംബികയോട് പിണങ്ങിയിരുന്നു. തനിക്ക് ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കയറിക്കൊണ്ടു. എന്താ മാധവേട്ട കൊച്ചുകുട്ടികളെ പോലെ ഉടനെ പിണങ്ങി? തമാശയെ തമാശയായി എടുക്കണ്ടേ? ഞാൻ 8ാം ക്ലാസ് തോറ്റെന്നൊക്കെ പറയുന്നതാണോ തമാശ? അതിന് മാധവേട്ടൻ തോറ്റതല്ലല്ലോ, സായിപ്പിന്റെ വിദ്യാഭ്യാസ രീതിയെ എതിർത്തതല്ലേ? മാധവൻകുട്ടിക്ക് സന്തോഷമായി. അയാൾ പറഞ്ഞു, അതെ, പക്ഷേ അത് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. നവബൂർഷകൾ, അവരെ മൈൻഡ് ചെയ്യണ്ട. പിന്നെ ജയന്തൻ ഒരു കാര്യം പറഞ്ഞു. ജയന്തൻ എന്തു പറഞ്ഞു? കാത്തു ആളാകെ മാറിയിരിക്കുന്നു. അവിടെ ചെന്നതിൽ പിന്നെ മുറിയിലുള്ള അടച്ചിരിപ്പൊന്നുമില്ല. കണ്ണനെക്കുറിച്ച് അവരോട് ഒറ്റ അക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ലത്രേ. അവൾ വളരെ സന്തോഷവതിയാണ്. പഴയതെല്ലാം അവൾ മറന്നു. കോളേജിലും അവളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. പഠനത്തിൽ മാത്രമാണ് അവളുടെ ശ്രദ്ധ. അതുമല്ല, ആ കണ്ണൻ ചെറുക്കനും മര്യാദക്കാരനായി. അവളെ കാണാനായി അങ്ങോട്ടൊന്നും ഇതുവരെ ചെന്നിട്ടേയില്ല. മാധവൻകുട്ടി അത് കേട്ട് പുഞ്ചിരിച്ചു. അയാൾ പറഞ്ഞു, 2ഇടത്തേക്ക് മാറ്റിയതോടെ അവർ രണ്ടുപേരും എല്ലാം മറന്നു എന്നാണ് തോന്നുന്നത്. ആ കണ്ണനെയും ഇപ്പോൾ കൂട്ടുകാരുടെ ഒപ്പമൊന്നും കാണാനില്ല. എപ്പോഴും വീട്ടിലിരുന്ന് പഠിക്കുകയാണെന്നാണ് കേട്ടത്. പരീക്ഷയ്ക്ക് അവനും നല്ല മാർക്കുണ്ട്. അവൻ നന്നായി പഠിക്കുന്നവനാ, നല്ല സ്വഭാവവുമാ. അളിയൻ പറയും പോലെ കാശ് മോഹിച്ച് അവൻ കാത്തുവിനെ വളച്ചെടുത്തതൊന്നുമല്ല. നമ്മുടെ മോള പിന്നാലെ നടന്നവനെ. എങ്കിൽ കാത്തുവിനെ അവന് തന്നെ അങ്ങ് കെട്ടിച്ചു കൊടുത്തൂടെ? ശ്യാമിനെ കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അത്? അംബികയുടെ ആ ചോദ്യത്തിനു മുന്നിൽ മാധവൻകുട്ടി നിശബ്ദനായി. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? അംബിക മാധവൻകുട്ടിയോട് ചോദിച്ചു. അത് പറ്റില്ല. നമ്മുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഇടയിൽ നമ്മുടെ ശിരസ് കുനിയാൻ അതിടയാക്കും. നമ്മുടെ മരുമകനായി വരുന്നത് നമ്മുടെ തന്നെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ഒരാളായിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. ഇപ്പോൾ കുട്ടികൾ തന്നെ എല്ലാം മറന്ന് അവരുടെ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നീ ഇനി ഓരോന്ന് പറഞ്ഞ്
പ്രശ്നങ്ങളെ അതിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കരുത്. മാധവൻകുട്ടി അംബികയെ ശകാരിച്ചു. എനിക്ക് ആ ശ്യാമിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാ. പെണ്ണിൻ്റെ പേര് ചീത്തയാവാനും ആണിന് നന്നാവാനും അധികം സമയമൊന്നും വേണ്ട. കാത്തുവിനെ അവനെ കെട്ടിച്ചു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, സമയമുണ്ടല്ലോ. ശ്യാമിനെ നമുക്ക് നോക്കാം. അവൻ ഇനിയെന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ അക്കാര്യം പറഞ്ഞ് നമുക്ക് കൊടുത്ത വാക്കങ്ങ് തിരിച്ചെടുത്തേക്കാം. മാധവൻകുട്ടിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അംബികയ്ക്ക് ആശ്വാസമായി. രാത്രി. പരന്നൊഴുകുന്ന പാൽനിലാവ്. വൃശ്ചിക മാസമാണ്. അതാണ് നിലാവിനെത്ര ഭംഗിയും തിളക്കവും. സുഖമുള്ള കാറ്റ്. ഗ്രാമം ചുറ്റി പേരറിയാ പൂക്കളുടെ സുഗന്ധവുമായെത്തുന്ന കുളിരുള്ള കാറ്റ്. മനസ്സിൽ ഒരു ഗാനം മുഴങ്ങുന്നു. താരമനോഹര ലിപിയിൽ വാനം പ്രേമ കവിതകൾ എഴുതുന്നു. ആകാശമകലെ ആശയുമകലെ ആരോ മലയാളെ നീ എവിടെ. തൻ്റെ വീടിനു മുന്നിലുള്ള ആ ചെമ്പകമരത്തിൻ്റെ ചുവട്ടിൽ ആകാശത്ത് വിടർന്നു ചിരിക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി സ്വപ്നങ്ങളിലാണ്ട് സ്വയം മറന്നിരിക്കുകയാണ് കണ്ണൻ. അവൻ്റെ മനസ്സ് മുഴുവൻ കാത്തുവായിരുന്നു. എത്രയോ ദൂരം അകലെയാണവൾ. ഈ രാത്രിയിൽ അവളുടെ മനസ്സും നിലാക്കായലിലൂടെ അനുരാഗത്തിൻ്റെ തോണിയിലേറി ഈ എളിയവൻ്റെ കുടിലിലേക്ക് വന്നിട്ടുണ്ടാവും. അവളോടൊന്ന് മിണ്ടിയിട്ട് വർഷം 2 കഴിയുന്നു. നീണ്ട 2 വർഷങ്ങൾ. എത്ര വേഗമാണ് അത് കൊഴിഞ്ഞു പോയത്. ഇക്കാലയളവിനുള്ളിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ദൃഢതയും പക്വതയും കാത്തുവിൻ്റെയും തൻ്റെയും മനസ്സുകൾക്ക് ആർജിക്കാനായി. ഒരു തവണ പോലും തമ്മിൽ കാണാൻ താനോ കാത്തുവോ ശ്രമിച്ചില്ല. പഠനത്തിൽ മാത്രം മുഴുകി തങ്ങളുടെ ഭാവി ജീവിതത്തിന് അത്യാവശ്യമായ അടിസ്ഥാനത്തിൻ്റെ കല്ലുകൾ പാകുകയായിരുന്നു തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കാതിരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ തനിക്കും കാത്തുവിനും സാധിച്ചു. തങ്ങളുടെ പ്രണയം ഒരു തീരത്തേക്ക് അടുക്കണമെങ്കിൽ കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെ ഒരുപാട് തുഴയേണ്ടതുണ്ട്. ചെന്നു കയറുന്ന കരയിലെ മനോഹാരിതകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് എപ്പോൾ വേണമെങ്കിലും തകർന്നു പോയേക്കാവുന്ന ഈ കുഞ്ഞു തോണിയിലെ ജീവിതത്തെ ജീവസുറ്റതാക്കി തീർക്കുന്നത്. ഭാവിയിൽ എപ്പോഴും കാണാനായി, ഒരുമിച്ച് ജീവിക്കാനായി ഇപ്പോൾ തമ്മിൽ കാണാതിരിക്കാനും മിണ്ടാതിരിക്കാനും തങ്ങൾ ഒരുക്കമാണ്. ഗൾഫിലുള്ള കാമുകനും നാട്ടിലുള്ള കാമുകിയും എത്രയോ വർഷങ്ങൾ തമ്മിൽ കാണാതിരിക്കുന്നു. അവരുടെ പ്രണയത്തിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ശരീരങ്ങൾ തമ്മിൽ അകലുമ്പോഴാണ് മനസ്സുകൾ ഏറെ അടുക്കുന്നത്. ഈ അകൽച്ച കണ്ണൻ്റെയും കാത്തുവിൻ്റെയും മനസ്സുകളെയും ഏറെ അടുപ്പിച്ചിരുന്നു. കാത്തു 2-3 മാസങ്ങൾ കൂടുമ്പോൾ ചെമ്പകത്തോപ്പിൽ വരാറുണ്ട്. 2-3 ദിവസം അവൾ നാട്ടിൽ കാണും. അപ്പോൾ അമ്പലത്തിൽ വച്ചൊക്കെ കണ്ണൻ കാത്തുവിനെ കാണാറുണ്ട്. ഒരുപാട് നേരം അവളെ നോക്കി നിൽക്കാനുള്ള കൊതി അവന് തോന്നാറുണ്ടെങ്കിലും അവളെ ഒരു വട്ടം ഒന്ന് നോക്കി കടന്നു പോകലാണ് അവൻ്റെ പതിവ്. അവളും അങ്ങനെ തന്നെ. തോമസ് ഏട്ടൻ്റെ കയ്യിൽ കാത്തു കൊടുത്തയക്കുന്ന കത്തുകളിലൂടെയാണ് അവളുടെ വിശേഷങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളും പ്രണയവും കണ്ണൻ അറിയുന്നത്. അവളോട് പറയാൻ മനസ്സിലൊതുക്കി വച്ചത് മുഴുവൻ കത്തിലൂടെ അവനും പറഞ്ഞിരുന്നു. ഈ 2 വർഷക്കാലം കത്തുകളിലൂടെയാണ് അവർ തമ്മിൽ സംസാരിച്ചത്. ആർക്കും ഒരു സംശയത്തിന് ഇടകൊടുക്കാത്ത വിധം തങ്ങളുടെ പ്രണയജീവിതത്തെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തങ്ങൾ വിജയിച്ചു എന്നതിന് തെളിവാണ് കാത്തുവിൻ്റെ വീട്ടുകാരുടെ പ്രവൃത്തികൾ. അവരിപ്പോൾ ഒരു വിവാഹത്തിനായി കാത്തുവിനെ നിർബന്ധിക്കുന്നതേയില്ല. 1-2 വർഷം കൂടി കാര്യങ്ങൾ ഇങ്ങനെ തന്നെ സുരക്ഷിതമായി മുന്നോട്ട് പോകണേയെന്ന് കണ്ണൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ക്ലാസ്സിലിരിക്കുകയായിരുന്നു കണ്ണൻ. ആ ക്ലാസ്സിൽ 40 പെൺകുട്ടികളും 30 ആൺകുട്ടികളുമാണ് ആകെ ഉള്ളത്. അതിൽ പെൺകുട്ടികളെല്ലാം ക്ലാസ്സിൽ ഹാജരുണ്ട്. ആൺകുട്ടികളിൽ കണ്ണൻ മാത്രമേ ഹാജരുള്ളൂ. ബാക്കിയുള്ള പയ്യന്മാരൊക്കെ ഗ്രൗണ്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. സ്ഥിരം ക്ലാസ്സിൽ കയറുന്ന കണ്ണനോട് ബാക്കിയുള്ള പയ്യന്മാർക്ക് പുച്ഛമാണ്. ഇവൻ്റെ ഒരു പഠിത്തം, പഠിച്ച് ഇവൻ കോളേജ് പ്രിൻസിപ്പാൾ ആകാൻ പോവുകയല്ലേ എന്നാണ് അവർ പരിഹസിക്കുന്നത്. പക്ഷേ കണ്ണനത് ശ്രദ്ധിക്കാറില്ല. പഠനമാണ് ജീവിതം വെട്ടിപ്പിടിക്കാൻ തൻ്റെ കയ്യിലുള്ള ഏക ആയുധമെന്ന് മറ്റാരെക്കാളും അവന് ബോധ്യമുണ്ടായിരുന്നുവല്ലോ. ഒരുപക്ഷേ കാത്തുവിനെ സ്വന്തമാക്കണമെന്ന തീവ്രമായ ആഗ്രഹം മനസ്സിലില്ലായിരുന്നുവെങ്കിൽ പഠനത്തെ താൻ ഇത്ര ഗൗരവത്തോടെ കാണുമായിരുന്നില്ല എന്ന് അവനുറപ്പായിരുന്നു. 2 മാസം കഴിഞ്ഞാൽ ഫൈനൽ ഇയർ എക്സാമാണ്. അതിൽ ഉയർന്ന മാർക്കോടെ പാസ്സാകണമെങ്കിൽ സ്ഥിരം ക്ലാസ്സുകളിൽ കയറുകയും പഠനത്തിൽ പരിപൂർണമായ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് ക്ലാസ്സിലേക്ക് പ്യൂൺ ഒരു നോട്ടീസുമായി വന്നത്. അയാളത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന രവീന്ദ്രൻ മാഷിനെ ഏൽപ്പിച്ചു. ഇവിടെ ഫൈനൽ ഇയർ MA പഠിക്കുന്ന ജയൻ മരണപ്പെട്ടു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. രവീന്ദ്രൻ മാഷ് നോട്ടീസിലുള്ള വിവരം ക്ലാസ്സിൽ വായിച്ചു. അത് കേട്ട് കണ്ണൻ ഞെട്ടിപ്പോയി. ജയേട്ടൻ മരിച്ചിരിക്കുന്നു. ഇന്നലെ കൂടെ കണ്ടതാണ്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. പാവം ഇന്ദുവേച്ചി ഇതെങ്ങനെ സഹിക്കും? ഇന്നത്തേക്ക് ഇത്രയും മതി. മനസ്സ് ശരിയല്ല. പുസ്തകം മടക്കി വിഷാദം നിറഞ്ഞ മുഖത്തോടെ രവീന്ദ്രൻ മാഷ് ക്ലാസ്സിൽ നിന്നിറങ്ങിപ്പോയി. രവീന്ദ്രൻ മാഷിനും സങ്കടം കാണും. ജയേട്ടൻ ഈ കോളേജിനാകെ പ്രിയപ്പെട്ടവനായിരുന്നുവല്ലോ. കണ്ണൻ പുറത്തേക്ക് ചെന്നപ്പോൾ നന്ദു ഉൾപ്പെടെ കുറച്ച് പേർ ജയന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. എടാ, നീ വരുന്നില്ലേ? നന്ദു കണ്ണനോട് ചോദിച്ചു. എടാ, അത്രടം വരെ വരാനുള്ള വണ്ടിക്കാശ് എൻ്റെ കയ്യിലില്ല. കണ്ണൻ തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി. പക്ഷെ ജയനെ അവസാനമായി ഒന്ന് കാണണമെന്ന ആഗ്രഹം അവനിൽ കലശലായി ഉണ്ടായിരുന്നതാനും. വണ്ടി കൂലിയൊക്കെ ഞാനെടുത്തോളാം, നീ വന്നേ.
രാഖി കണ്ണന്റെ കയ്യിൽ കയറി പിടിച്ച് മുന്നോട്ട് നടന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയാൽ ജയന്റെ നാട്ടിലേക്ക് എപ്പോഴും ബസ്സുണ്ട്. ചെന്നയുടനെ അവർക്കൊരു ബസ് കിട്ടി. കണ്ണനും നന്ദുവും ഒരു സീറ്റിലാണിരുന്നത്. എടാ, ഇതെങ്ങനെയാ? കണ്ണൻ നന്ദുവിനോട് ചോദിച്ചു. ആക്സിഡന്റ് ആയിരുന്നു. ബൈക്കിലേക്ക് ഒരു ടിപ്പർ ഇടിച്ചു കയറുകയായിരുന്നു. പാവം, ജയേട്ടനും ഇന്ത്യച്ചിയും ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. വിധി എത്ര ക്രൂരനാണ്. വിധിയല്ല, ഇത് അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ച ദുരന്തമാണ്. എന്താണ് നന്ദു നീ പറയുന്നത്? ജയേട്ടന്റെയും ഇന്ത്യച്ചിയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേരില്ലായിരുന്നു. രണ്ട് വീട്ടുകാരും അതുകൊണ്ടല്ലേ എതിർത്തത്. ആ ജാതകങ്ങൾ ചേർന്നാൽ ഒരാൾക്ക് അപകടം ഉറപ്പാ. പക്ഷേ അത് വകവയ്ക്കാതെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതവസാനം ഇങ്ങനെയുമായി. നീ പോടാ, മണ്ടത്തരം പറയാതെ. ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന നീ വിദ്യാഭ്യാസമില്ലാത്തവരെ പോലെ സംസാരിക്കാതെ. ജാതകദോഷം പോലും, അന്ധവിശ്വാസങ്ങൾ. കണ്ണൻ നന്ദുവിനെ പരിഹസിച്ചു. ആ, അനുഭവത്തിൽ വരാത്തിടത്തോളം കാലം അന്ധവിശ്വാസം. ഇന്ത്യച്ചിക്ക് ഇപ്പോൾ വിശ്വാസം വന്നു കാണും. കണ്ണൻ നന്ദുവിനോട് പിന്നെയൊന്നും സംസാരിക്കാൻ പോയില്ല. അന്ധവിശ്വാസത്തെപ്പറ്റി പറഞ്ഞു തർക്കിക്കാനുള്ള സമയമല്ലല്ലോ ഇപ്പോൾ. മരണവീട്ടിൽ ഹൃദയത്തെ പിടിച്ചെലിക്കുന്ന കാഴ്ചകളായിരുന്നു. ഇന്ദുവിന്റെയും ജയന്റെയും മാതാപിതാക്കളുടെയും സഹോദരികളുടെയുമൊക്കെ നിലവിളികൾ ഹൃദയഭേദകമായിരുന്നു. നിലവിളക്കിന് ചുവട്ടിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ജയന്റെ ശവശരീരം. ആ മുഖത്ത് ജീവിച്ച് കൊതി തീരാതെ മടങ്ങേണ്ടി വന്നതിലെ വ്യസനം നിറഞ്ഞു നിൽക്കുന്നതായി കണ്ണന് തോന്നി. ജയന്റെ അടുത്തിരുന്നൊരാൾ നിർവികാരമായ മുഖത്തോടെ രാമായണം വായിക്കുന്നുണ്ട്. അവിടമാകെ നിറഞ്ഞിരുന്ന സാമ്പ്രാണിത്തിരികളുടെ ഗന്ധം കണ്ണനെ അസ്വസ്ഥനാക്കി. നെഞ്ചു പൊട്ടിയുള്ള നിലവിളികളും അവിടമാകെ നിറഞ്ഞു നിന്ന മരണത്തിന്റെ സാമ്പ്രാണി ഗന്ധവും സഹിക്കവയ്യാതെ പുറത്തേക്കിറങ്ങുമ്പോൾ കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പോയത്, കിടന്നു കഷ്ടപ്പെടാതെ പെട്ടെന്ന് പോയത് നന്നായി എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വൃദ്ധനല്ല. ജീവിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്. പരീക്ഷ പാസ്സാകണം, ജോലി നേടണം, പുതിയ വീട് വയ്ക്കണം എന്നിങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങളായിരുന്നു ജയേട്ടന്. പക്ഷെ ഇപ്പോഴിതാ എല്ലാം അഗ്നിയിൽ ഒരു പിടിച്ചാരമാകാൻ പോകുന്നു. ഇതാണ് ജീവിതം. മനുഷ്യനൊന്ന് കൊതിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു. താനും ഇങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങൾ കാണുന്നു, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. ഇതുപോലെ തന്റെ സ്വപ്നങ്ങളെയും മരണം വെട്ടിവീഴ്ത്തുമോ? കണ്ണന്റെ ഉള്ളിലും മരണ വീട്ടിലെ നെഗറ്റീവ് എനർജി പ്രവർത്തിച്ചു തുടങ്ങി. നീ എന്താ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്? അവനെ തിരക്കി വന്ന നന്ദു ചോദിച്ചു. ആ കരച്ചിലുകൾ കണ്ടു നിൽക്കാനുള്ള കരുത്തെന്റെ ഹൃദയത്തിനില്ലടാ. ഞാനും കരഞ്ഞു പോകും. നല്ല ഹൃദയമുള്ളവർക്കേ കരയാൻ പറ്റൂ. രാഖിയും കവിതയും അവരുടെ അടുത്തേക്ക് വന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. കണ്ണൻ, ഇന്ദു ചേച്ചിയെ കാണുന്നില്ലേ? കവിത ചോദിച്ചു. ഇല്ല, ചേച്ചിയെ കാണാനുള്ള ശക്തി എനിക്കില്ല. പിന്നെ ഒരിക്കൽ വന്ന് കാണാം, കണ്ണൻ പറഞ്ഞു. ദോ കാത്തു വന്നു. അപ്പോൾ അവിടെ വന്നു നിന്ന ഒരു കാറിലേക്ക് കൈ ചൂണ്ടി രാഖി പറഞ്ഞു. ആരാ കാത്തുവിനെ അറിയിച്ചത്? നന്ദു ചോദിച്ചു. ഞാനാ. നമ്മളുടെ കോളേജിലെ ഫോണിൽ നിന്ന് അവളുടെ കോളേജിലേക്ക് വിളിച്ചു. ഭാഗ്യത്തിന് അവളെ കിട്ടി. വരുമെന്ന് കരുതിയില്ല, രാഖി പറഞ്ഞു. കാത്തു കാറിൽ നിന്നിറങ്ങി. ഒപ്പം രണ്ട് ആജാനബാഹുക്കളും. കൂടെയുള്ളത് അവളുടെ മാമന്മാരായ ജയന്തനും ശ്രീകണ്ഠനുമാണെന്ന് കണ്ണന് മനസ്സിലായി. കാത്തുവിന്റെ കത്തുകളിലൂടെ അവളുടെ മാമന്മാരുടെ പേരും രൂപവുമൊക്കെ കണ്ണന് ഹൃദയസ്ഥമായിരുന്നു. കാത്തു വന്ന് രാഖിയോടും കവിതയോടും നന്ദുവിനോടും സംസാരിച്ചപ്പോൾ കണ്ണൻ ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് നിന്നു. അവൻ കാത്തുവിനെ ശ്രദ്ധിച്ചതേയില്ല. കാത്തുവിന്റെ മാമന്മാർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം അവൻ അറിയാമായിരുന്നു. നീ കാത്തുവിനോട് സംസാരിക്കാത്തെന്താ? കാത്തു രാഖിയോടൊപ്പം അകത്തേക്ക് പോയപ്പോൾ കവിത കണ്ണനോട് ചോദിച്ചു. അതിന്റെ ആവശ്യമില്ലെന്നോ നീ സംസാരിക്കാത്തത് കൊണ്ട് അവൾക്ക് വിഷമമായി കാണും. പണക്കാരികൾക്ക് വിഷമമുണ്ടായാൽ അവരെ ആശ്വസിപ്പിക്കാൻ പണം കൂടെ ഉണ്ടാവും. ഞാനൊരു ദരിദ്രൻ, ഞാനൊന്നിനുമില്ലേ. അപ്പോൾ കാത്തുവിനോട് നിനക്കുണ്ടായിരുന്ന ഇഷ്ടം? നന്ദു അമ്പരന്നു. അതൊക്കെ അന്നത്തെ പ്രശ്നത്തോടെ തീർന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ പഠിച്ചൊരു ജോലി നേടണം എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇനി അവളെക്കുറിച്ച് എന്നോട് ആരും ഒരക്ഷരം മിണ്ടിപ്പോകരുത്. കണ്ണൻ അവരോട് ദേഷ്യപ്പെട്ടു. കണ്ണന്റെ സംസാരം കേട്ട കാത്തുവിന്റെ മാമന്മാർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു.